ഇനി നമുക്ക് ചോളം വേവിച്ച് മസാലയൊക്കെ ചേർത്തൊന്ന് കഴിച്ച് നോക്കിയാലോ. പണ്ട് എനിക്കിത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഐറ്റമാണ് കേട്ടോ. മൂന്നാറിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ മാത്രം ഇത് കഴിക്കത്തില്ല. ഈ ഇടയ്ക്ക് ഞങ്ങൾ പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മോള് കഴിച്ച കൂട്ടത്തിൽ ഞാൻ കുറച്ചൊന്ന് അവളുടെ നിന്ന് ടേസ്റ്റ് നോക്കി. അപ്പോഴാട്ടോ ഇതിൻ്റെ ശരിക്കും ഒരു ടേസ്റ്റ് എനിക്ക് മനസ്സിലായി. ഇത്രയും നാൾ ഇതാണല്ലോ ഞാൻ കഴിക്കാതിരുന്നതെന്ന് ഓർത്ത് പോയി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ എന്താ ചോളം ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ 2 എണ്ണം മേടിച്ചു. ഒന്ന് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി. അപ്പോൾ ഒന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഞാനിത് 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മസാല ഒന്ന് പുരട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് മുളക് പൊടിയും ഉപ്പും നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടിയും ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മസാല ചേർത്ത് ചോളം മുഴുവൻ നന്നായിട്ടൊന്ന് തേച്ചെടുക്കാം. ഈ ഒരു തണുപ്പ് സമയത്താണെന്ന് തോന്നിട്ടോ ചോളം ഉണ്ടാകുന്നത്. അപ്പം കടകളിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.